തീർച്ചയായും ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം പറയാം. അതിനു മുമ്പ് അദ്ദേഹം നേരത്തെ ഞാൻ ഉന്നയിച്ച ചില പ്രശ്നങ്ങൾ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് പരമാബദ്ധമാണ് എന്ന ഒരു പ്രയോഗം നടത്തുകയുണ്ടായി. ഞാൻ ഉറപ്പിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ നിൽക്കുകയാണ്. 85 മുതൽ 90% വരെ ഇടപാടുകാരെ നഷ്ടപ്പെടും എന്ന് ആ രേഖ വായിച്ചാൽ അറിയാം. ബാങ്കിൽ ഇപ്പോൾ റിലയൻസിന് ഔട്ട്സോഴ്സ് ചെയ്തതിൻ്റെ പരിധിക്ക് പുറത്ത് നിൽക്കുന്നത് വൻകിട വായ്പകളും വൻകിട നിക്ഷേപങ്ങളും മാത്രമാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആകെ ഇടപാടുകാരുടെ 10% പോലും വരില്ല കോർപ്പറേറ്റ് നിക്ഷേപകരും കോർപ്പറേറ്റ് വായ്പക്കാരും. അതുകൊണ്ട് തന്നെ ബാങ്കിൻ്റെ 85 മുതൽ 90% വരെ ഇടപാടുകാരും ഇനി മുതൽ കൈകാര്യം ചെയ്യാൻ ഇനി മുതൽ ഇടപാടുകൾ നടത്താൻ പോകുന്നത് റിലയൻസുമായിട്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീ വിജയകുമാർ കാര്യങ്ങളെ അതീവ നിസ്സാരവൽക്കരിക്കുന്നത് കാണുമ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം എന്ന് പോലും നമുക്ക് സംശയം തോന്നിപ്പോവുകയാണ്. കാരണം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം. ആ സ്ഥാപനത്തിൻ്റെ ഏതാണ്ട് വലിയൊരു പങ്ക് ബിസിനസ് ഇടപാടുകളും നാളെ അതിന് എതിരാളിയായി വരാവുന്ന ഒരു സ്ഥാപനത്തിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു. അതിനെക്കുറിച്ച് അദ്ദേഹം താരതമ്യപ്പെടുത്തുന്നത് ഇന്ത്യൻ കമ്പനിയായ ടാറ്റ ജാഗ്വറിനെ ഏറ്റെടുത്തത് വെച്ചിട്ടാണ്. അദ്ദേഹം മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. ഇന്ത്യയിലെ എല്ലാ കോർപ്പറേറ്റ് കമ്പനികളും കൂടി ഈ നമ്മുടെ പൊതുമേഖലാ ബാങ്കുകൾക്ക് കൊടുക്കാനുള്ളത് ഇപ്പോൾ റീസ്ട്രക്ചർ ചെയ്ത് കിട്ടാക്കടമായിട്ടും NPA ആയിട്ടുമൊക്കെ പെടുത്തിയിരിക്കുന്നത് 6 ലക്ഷത്തോളം കോടി രൂപയാണ്. ഇവിടെ ടാറ്റ പോയി ജഗ്വാറിനെ ഏറ്റെടുക്കുന്ന വീരസ്യം പറയുമ്പോൾ നമ്മളെന്താണ് ഈ കാര്യം മറന്നു പോകുന്നത്? ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എഫിഷ്യൻസിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞല്ലോ. ഈ എഫിഷ്യൻസിക്ക് ഇന്ന് ഏറ്റവും വലിയ തടസ്സമായിട്ട് നിൽക്കുന്നത് ഈ ബാങ്കുകളിൽ നിന്ന് ഈ കോർപ്പറേറ്റുകളെടുത്ത വൻതോതിലുള്ള ഈ വായ്പകളാണ്. ഈ വായ്പകൾ നിമിത്തം ഈ ബാങ്കുകളുടെ മൂലധനത്തിൽ ശോഷണം വന്നിരിക്കുന്നു. അതുനിമിത്തം അവർക്ക് കൂടുതൽ വായ്പകൾ കൊടുക്കാൻ സാധിക്കുന്നില്ല. ഈ രൂപത്തിൽ ഈ ബാങ്കുകൾ വലിയൊരു പ്രതിസന്ധിയിൽ എത്തുന്നതിന് കാരണം തന്നെ ഇന്ത്യയിലെ കോർപ്പറേറ്റുകളാണ്. ആ യാഥാർത്ഥ്യം നമുക്ക് എങ്ങനെ വിസ്മരിക്കാൻ കഴിയും? ഇനി ഞാൻ മുമ്പ് ചോദിച്ചത് ജീവനക്കാരുടെ കാര്യം. ജീവനക്കാർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ടോ, അവരുടെ എണ്ണത്തിൽ കുറവ് വരുന്നുണ്ടോ എന്നുള്ളത് മാത്രം വെച്ച് ഈ കാര്യങ്ങളെ അപഗ്രഥിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒന്നാമത്തെ പ്രശ്നം. 2, ജീവനക്കാരെ ഇത് ബാധിക്കില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഇന്ത്യയിൽ തൊഴിലവസരങ്ങൾ വൻതോതിൽ കുറയുകയാണ്. സ്റ്റേറ്റ് ബാങ്കിൻ്റെ ചെയർപേഴ്സൺ അടുത്ത കാലത്ത് പറയുകയുണ്ടായി, അടുത്ത 3 വർഷങ്ങളിലേക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇനി നിയമനം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന്. കമ്പ്യൂട്ടർവൽക്കരണത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. 2001 ഇന്ത്യയിലെ ബാങ്കിങ് മേഖലയിൽ ഉണ്ടായിരുന്ന ജോലികളുടെ എണ്ണം ഏതാണ്ട് 10,55,000 ആയിരുന്നു. ഇന്ന് ഈ ജോലികളുടെ എണ്ണം 9 ലക്ഷം കവിയില്ല. അതായത് ഈ 10 വർഷത്തിനിടയ്ക്ക് ബാങ്ക് ബിസിനസ്സുകൾ ഏതാണ്ട് 6 ഇരട്ടിയോളം വർദ്ധിച്ചപ്പോൾ ജീവനക്കാരുടെ എണ്ണത്തിൽ 1.5 ലക്ഷത്തിൻ്റെ കുറവാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ജീവനക്കാരെ ബാധിക്കില്ല എന്ന് പറയുന്നതിന് എന്താണ് യുക്തി? തീർച്ചയായിട്ടും ജീവനക്കാരെ ബാധിക്കുക തന്നെ ചെയ്യും എന്ന് മാത്രമല്ല, ഈ ഔട്ട്സോഴ്സിംഗ് മോഡൽ, അതായത് ഇവിടെ ആലോചിച്ച് നോക്കുക, രഘുറാം രാജൻ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ചുവട് പിടിച്ചാണ് ഈ ബിസിനസ് കറസ്പോണ്ടൻ്റ് എന്ന മോഡൽ വന്നിരിക്കുന്നത്. രഘുറാം രാജൻ ബിസിനസ് കറസ്പോണ്ടൻ്റായിട്ട് നിർദ്ദേശിച്ചത് ആരെയാണെന്നറിയാമോ? റിട്ടയർ ചെയ്ത ബാങ്ക് ജീവനക്കാർ, എക്സ് സർവീസ്മെൻ, കുടുംബശ്രീ പോലെയുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, ഇവരെയൊക്കെയാണ് നിർദ്ദേശിച്ചത്. ഇന്ന് അവരെയൊക്കെ പിന്തള്ളിക്കൊണ്ട് റിലയൻസ് മണി എന്ന ഒരു കുത്തക സ്ഥാപനം രാജ്യത്ത് മൊത്തമുള്ള ഔട്ട്സോഴ്സിംഗ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ മാതൃക നാളെ ഇന്ത്യയിലെ മറ്റ് ബാങ്കുകളും പിന്തുടരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആദായകരമായ ഒരു ഏർപ്പാടെന്ന നിലയ്ക്ക് ഇനിയും കുത്തക കമ്പനികൾ ഈ രംഗത്തേക്ക് ഒഴുകുക തന്നെ ചെയ്യും. നമുക്കറിയാമല്ലോ, ഇൻഷുറൻസ് കമ്പനികളുടെ കോർപ്പറേറ്റ് ഏജൻറ്റുകളായി ബാങ്കുകൾ വന്നതുപോലെ തന്നെ ഈ മേഖലയിലും സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കാൻ പോകുന്നത് ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഇന്ന് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയിൽ തൊഴിലവസരങ്ങൾ ഇല്ലാതെയാവുന്നു എന്നുള്ളതാണ്. ശ്രീ വി കെ പ്രസാദ്, ശ്രീ വി കെ വിജയകുമാർ, ഇതിനെല്ലാമുള്ള മറുപടി എന്താണ് താങ്കളുടെ ഭാഗത്ത്? ഒപ്പം ഡോക്ടർ തോമസ് ഐസക്കും ശ്രീ പ്രസാദും ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക്, ഈ ചെറുകിട ലോണുകൾ കൈകാര്യം ചെയ്യാനുള്ള അധികാരമാണ് റിലയൻസിൻ്റെ കമ്പനിക്ക് നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ ചെറുകിടയും വൻകിടയും ഇടയിലുള്ള അതിര് ഏതാണ്? ചെറുകിട എത്ര വരെ പോകാം എന്നത് സംബന്ധിച്ചുള്ള നിർവചനമില്ല. അതെന്തുകൊണ്ടാണ്? പിന്നെ ഇതുപോലെ പരമപ്രധാനമായ ഒരു മേഖലയിലേക്കുള്ള ഔട്ട്സോഴ്സിംഗ് കരാർ നൽകാൻ മാത്രം എന്ത് ശേഷിയാണ്, എക്സലൻസ് ആണ് ഈ പറയുന്ന അനിൽ അംബാനിയുടെ കമ്പനി കാണിച്ചിട്ടുള്ളത്? അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക? സ്വാഭാവികമായും ജീവനക്കാർക്കും അതുവഴി നേർക്കുനേരെ നാട്ടുകാരുമായി ബന്ധപ്പെടുന്ന ഈ ഓരോ ഇന്ത്യക്കാരൻ്റെയും ബാങ്കർ എന്നൊക്കെ പരസ്യപ്പെടുത്തുന്ന ഈ ബാങ്കിന് സ്വാഭാവികമായും എത്ര ശതമാനം ഉടമസ്ഥാവകാശം സർക്കാർ നിക്ഷിപ്തമായിരുന്നാൽ പോലും അതിൻ്റെതായ ക്ഷീണമുണ്ടാവും എന്നത് വസ്തുത തന്നെയല്ലേ?
ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എല്ലാം ഓർമ്മയുള്ളതൊക്കെ ഉത്തരം പറയാം. ആദ്യം തോമസ് ഐസക് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം. നമ്മുടെ ബാങ്കിങ് നയങ്ങളുടെയും സാമ്പത്തിക നയങ്ങളുടെയും ഒരു ലക്ഷ്യം സ്വകാര്യവൽക്കരണം അല്ലേ? അതിന് വിജയകുമാർ എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു. ബാങ്കിങ് നയം നമ്മൾ മാറ്റിയ സമയത്ത് 90കളുടെ സാമ്പത്തിക പരിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് നരസിംഹം കമ്മിറ്റി റെക്കമെൻഡേഷൻസ് സ്വീകരിച്ചിട്ടാണ് ബാങ്കിങ് മേഖലയിൽ പരിഷ്കാരം തുടങ്ങിയത്. അതിന് മുമ്പ് 1969 14 ബാങ്കുകളെ ദേശസാൽക്കരിച്ചു. 80 വീണ്ടും 6 ബാങ്കുകളെ ദേശസാൽക്കരിച്ചു. ആ ദേശസാൽക്കരണത്തിൻ്റെ ഘട്ടത്തിൽ പുതുതായിട്ട് ഒരു സ്വകാര്യ ബാങ്കിനെയും അനുവദിച്ചിരുന്നില്ല. അപ്പോൾ 91 സാമ്പത്തിക നയങ്ങളുടെ പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് നരസിംഹം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് സ്വീകരിച്ചിട്ടാണ് ഗവൺമെൻറ് പുതുതായിട്ട് സ്വകാര്യ മേഖലയിൽ പുതിയ ന്യൂ ജനറേഷൻ ബാങ്ക്സിനെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരുന്നത്. അത് പ്രൈവറ്റൈസേഷനാണ്. പ്രൈവറ്റൈസേഷൻ എന്ന് വെച്ചാൽ പബ്ലിക് സെക്ടറിനെ പ്രൈവറ്റ് സെക്ടറാക്കി മാറ്റുക, അല്ലെങ്കിൽ ഓഹരി വിറ്റിട്ട് പ്രൈവറ്റാക്കി മാറ്റുക എന്നുള്ളത് മാത്രമല്ല, അലൗവിങ് പ്രൈവറ്റ് സെക്ടർ ഇൻ ടു ഏരിയാസ് ഫോർമർലി റിസർവ്ഡ് ഫോർ ദ പബ്ലിക് സെക്ടർ, ദാറ്റ് ഓൾസോ ഈസ് പ്രൈവറ്റൈസേഷൻ. ഉദാഹരണത്തിന് ടെലികോം മേഖലയിൽ പണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികോമിൻ്റെ കുത്തകയായിരുന്നു. അത് മാറിയിട്ട് BSNL പിന്നീട് കമ്പനിയായി മാറി. അതിന് കൂടെ എയർടെൽ വന്നു, ഐഡിയ വന്നു, ഒരുപാട് കമ്പനി വന്നു. ഇത് പ്രൈവറ്റൈസേഷനാണ്. പക്ഷേ BSNLനെ പ്രൈവറ്റൈസ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഗവൺമെൻറ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പൊതുമേഖലാ ബാങ്കുകളുടെ ആ ഒരു സ്വഭാവം 51% കൂടുതൽ ഇക്വിറ്റി ഗവൺമെൻറ്റിൻ്റെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല. അതേസമയത്ത് പുതുതായിട്ടുള്ള പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളെ അനുവദിച്ചു. ഓർക്കണം, ഈ പുതുതായിട്ടുള്ള ന്യൂ ജനറേഷൻ ബാങ്ക്, അതിനെ തോമസ് ഐസക്കും ഒക്കെ തന്നെ എതിർത്തതാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എനിക്ക് നന്നായിട്ട് അറിയാം, അദ്ദേഹത്തിനും അറിയുന്നുണ്ടാവും. ഈ ന്യൂ ജനറേഷൻ ബാങ്ക്സിനൊക്കെ എതിർത്തതാണ്. ഈ ന്യൂ ജനറേഷൻ ബാങ്ക്സ് വന്നിട്ടാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ATMസും കംപ്ലീറ്റ് കമ്പ്യൂട്ടറൈസേഷൻ വന്നത്. അതിനു മുമ്പ് കമ്പ്യൂട്ടറൈസേഷനെ ഈ എംപ്ലോയീസ് യൂണിയൻ നാഗ ശ്രീകാന്തം എതിർക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു ഇന്നവിറ്റബിൾ ആയിട്ടുള്ളൊരു ട്രാൻസിഷൻ കൊടുക്കുന്നത് ഈ പ്രൈവറ്റൈസേഷൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത്, തോമസ് ഐസക് പറഞ്ഞത് ശരിയാണ്, ഞാനും അതിനോട് യോജിക്കുന്നു. അത് തന്നെയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം, പ്രൈവറ്റൈസേഷനാണ്. അത് കൂടുതൽ ഇൻഡസ്ട്രീനെ എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ പബ്ലിക് സെക്ടറിനെ പ്രൈവറ്റ് സെക്ടറാക്കി മാറ്റാനല്ല. പിന്നെ ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ 51% നമ്പൂരിയുടെ കഥയൊക്കെ പറഞ്ഞു അവിടെ. അതല്ല സംഗതി. ഇതിപ്പോൾ മോഡേൺ ബാങ്കിങ് എന്ന് വെച്ചാൽ സാധാരണ വ്യക്തികൾ ബാങ്കിൽ തന്നെ പോകാണ്ട് കാര്യങ്ങൾ, ഞാൻ ഒരുപാട് ബാങ്കിങ് ഇടപാടുകൾ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ മാസങ്ങളായിട്ട് ബാങ്കിൽ പോയിട്ട് തന്നെയില്ല. കാരണം ഇപ്പോൾ നെറ്റ് ബാങ്കിങ് ആണ് പലതും ചെയ്യുന്നത്. ATM ഉണ്ട്, ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ബാക്കി എല്ലാം ചെറുതായിട്ടുള്ള ബില്ല് അടയ്ക്കണമെങ്കിൽ, വലിയ കോർപ്പറേറ്റ് കാര്യമൊന്നുമല്ല പറയുന്നത്, ചെറുതായിട്ടുള്ള ബില്ല് അടയ്ക്കണമെങ്കിൽ ഒക്കെ തന്നെ നെറ്റ് ബാങ്കിങ് വീട്ടിൽ നിന്ന് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രോസസ്സ്. അപ്പോൾ അത് വ്യക്തികൾ നേരിട്ട് ബാങ്കിൽ പോകേണ്ട കാര്യം തന്നെ ഇല്ല. ഇതൊരു ഇന്നവിറ്റബിൾ പ്രോസസ്സാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ബാങ്കിങ് മേഖലയിലുള്ള തൊഴിലവസരങ്ങൾ അതിൻ്റെ 10 ലക്ഷത്തിൽ നിന്ന് 9 ലക്ഷമായിട്ട് കുറഞ്ഞു എന്ന് പ്രസാദ് പറഞ്ഞില്ലേ? ശരിയാണത്. ലോകത്തിൽ മുഴുവനുള്ള പ്രക്രിയയാണത്. അത് സ്വാഭാവികമായിട്ടും. അതേസമയം ഞാനൊന്ന് ഇടപെട്ടുകൊള്ളട്ടെ ശ്രീ VK വിജയകുമാർ. ഒരു പ്രധാനപ്പെട്ട ചോദ്യം അദ്ദേഹം ഉന്നയിച്ചത് ഞാൻ ആവർത്തിച്ചിരുന്നു, ആ ചോദ്യത്തിന് മറുപടി കിട്ടിയില്ല. എന്ത് എഫിഷ്യൻസിയാണ്, എന്ത് എക്സലൻസ് ആണ് ഈ പറയുന്ന കമ്പനിക്ക് ഇത്ര പ്രധാനപ്പെട്ട ജോലികൾ നൽകാൻ മാത്രം ഉണ്ടായിരുന്നത് എന്നതിന് എന്താകും മറുപടി? ഇവിടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഇല്ലാത്തൊരു എഫിഷ്യൻസി റിലയൻസ് മണിക്ക് ഉണ്ട്, അവരെ ഏൽപ്പിച്ചു കൊടുക്കണമെന്നല്ല. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 25 രൂപയ്ക്ക് ചെയ്യുന്ന ഒരു പണി 12 രൂപയ്ക്ക് റിലയൻസ് മണിക്ക് ചെയ്യാൻ സാധിക്കും. അതാണ് ഔട്ട്സോഴ്സിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ. അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ ആ ഒരു എക്സാമ്പിൾ എടുത്തത്. നിങ്ങൾ മീഡിയ വൺ സ്വന്തമായിട്ടൊരു കാറ് വാങ്ങിച്ച് ഒരു ഡ്രൈവറെ അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ എനിക്ക് കൂടുതൽ ചിലവ് വരും. ഒരു കമ്പനി ഏൽപ്പിച്ച് കഴിഞ്ഞാൽ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുപോയി വിടാനാകുമ്പോൾ കാശ് ചിലവ് കുറയും. ഇതാണ് എഫിഷ്യൻസി. ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ തോമസ് ഐസക്, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. 2 കാര്യങ്ങൾ അദ്ദേഹത്തിന് മറുപടി താങ്കൾ നൽകുമെന്ന് എനിക്കറിയാം. 2 കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഒന്ന്, ബെഫി പോലുള്ള സംഘടനകൾ, അത് ഈ മേഖലയിലുള്ള തൊഴിലാളി ജീവനക്കാരുടെ സംഘടനകൾ അതീവ ശക്തമായിട്ടുള്ള, എല്ലാ മേഖലയിലും ശക്തമായ ഇടപെടലുകൾ നടത്തുന്ന, എല്ലാ കാര്യങ്ങളും നേരത്തെ അറിയുന്ന സജീവമായ സംഘടനയാണ്. പക്ഷേ എന്തുകൊണ്ട് ആ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകളൊന്നും ഈ കാര്യം അറിഞ്ഞില്ല? രണ്ടാമത്തെ കാര്യം, അതിന് മറുപടി പറഞ്ഞതിന് ശേഷം ഞാൻ ആ ചോദ്യത്തിലേക്ക് വരാം. അത് തന്നെയാണ് പ്രശ്നം. ഇന്നിപ്പോൾ ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകൾ സ്വകാര്യവൽക്കരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അതിനടിസ്ഥാനം ഇവിടുത്തെ ജീവനക്കാർ, അവരുടെ ശമ്പളവും കാര്യങ്ങളെയും കുറിച്ച് മാത്രമല്ല, ഈ സ്ഥാപനങ്ങൾ പൊതുമേഖലയിൽ നിൽക്കണം എന്ന് ശഠിക്കുകയും വാദിക്കുകയും സമരം ചെയ്തുകൊണ്ടാണ്. ഇന്ത്യയിലെ മുഴുവൻ ഫിനാൻഷ്യൽ സെക്ടറിനും ബാധകമായിട്ടുള്ള കാര്യമാണ്. എഫിഷ്യൻസി എന്താണെന്ന് ചോദിക്കുമ്പോൾ, ഇപ്പൊ ബാങ്ക് ചെയ്യുന്നതിനേക്കാൾ ചെലവ് കുറച്ച് ചെയ്തു തരാൻ പറ്റും, അതുകൊണ്ട് കൊടുത്തു.
അത് കൊടുക്കുമ്പോൾ നമ്മുടെ സ്വകാര്യ സ്വത്ത്, ഈ ബാങ്കിന്റെ മാനേജറുടെ സ്വകാര്യ സ്വത്ത്, ഡയറക്ടറുടെ ചെയർമാന്റെ സ്വകാര്യ സ്വത്താണെങ്കിൽ ചെയ്യാം. അല്ലാതെ നിങ്ങൾ ട്രാൻസ്പെറൻസി വേണം. റിലയൻസിനേക്കാൾ താഴ്ന്ന ചെലവിന് വേറെ ആൾ ചെയ്യില്ലെന്ന് ഉറപ്പെന്താ? അവർക്കതിന് ചാൻസ് കൊടുത്തിട്ടുണ്ടോ? റിലയൻസിന് മാത്രം കൊടുക്കാൻ എന്തായി പ്രത്യേക ബന്ധം എന്നുള്ളത് തന്നെ ചോദ്യം. റിലയൻസിന് ഒരു ക്രോണിക് ക്യാപിറ്റലിസത്തിന്റെ ഭാഗമായിട്ട് ഭരണതലത്തിലുള്ള സ്വാധീനങ്ങളെ കുറിച്ച് എത്രയോ വൃത്താന്തങ്ങൾ വന്നിരിക്കുന്നു. നീരാറാടിയ ടേപ്സുകളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, വായിച്ചിട്ടുള്ളതാണ്. അപ്പോ ഇതിന്റെ പശ്ചാത്തലത്തിൽ എഫിഷ്യൻസിക്ക് വേണ്ടിയാണെങ്കിലും ആ ന്യായം പറഞ്ഞാലും തന്നിഷ്ടക്കാർക്ക് കൊണ്ട് കൊടുക്കാനുള്ള അവകാശം ഇന്ത്യയിലെ ബാങ്കിന്റെ, പൊതുമേഖലാ ബാങ്കിന്റെ ചെയർമാന് ഇല്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. സമയക്കുറവുകൊണ്ടാണ് ഡോക്ടർ തോമസ് ഐസക് ഞാൻ ഇടപെടുന്നത്. സമയക്കുറവുകൊണ്ടാണ്. എൻ്റെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഇനിയൊരു രാഷ്ട്രീയ ഇടപെടലിലൂടെ ഈ കാര്യങ്ങളെ തിരുത്തിക്കാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? ഇത് ഇപ്പറയുന്നത്രക്ക് വിനാശകരമായ നീക്കമാണെങ്കിൽ ഇനി രാഷ്ട്രീയമായ ഇടപെടലിലൂടെ തിരുത്തിക്കാൻ സാധിക്കുമോ? ഒരു സംശയമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ 1 മാസത്തെ നോട്ടീസ് കൊടുത്തിട്ട് 2 പാർട്ടിക്ക് വേണമെങ്കിൽ അവസാനിപ്പിക്കാന്നുണ്ട്. അപ്പൊ SBI മുൻകൈ എടുത്തുവെച്ചാൽ മതി. ഈ നയപരമായ കാര്യം ചർച്ച ചെയ്ത് ഇനി വരുംവരായികൾ നോക്കിയിട്ടേ ഈ നടപടിയിലേക്ക് പോകാൻ പറ്റൂ. അതുകൊണ്ട് തൽക്കാലത്ത് മരവിപ്പിച്ചത് തന്നെ. അതിനപ്പുറത്തേക്ക് നഷ്ടപരിഹാരം മരവിപ്പിച്ചാൽ അങ്ങോട്ട് കൊടുക്കണമെന്നോ വേണ്ടെന്നോ ഒന്നും കരാറിലില്ല. അതുകൊണ്ട് രാഷ്ട്രീയമായിട്ട് തീരുമാനമെടുക്കുകയാണെങ്കിൽ ഇത് തിരുത്താനാവും. അതുകൊണ്ട് ഇത് തിരുത്തുക തന്നെ വേണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. വളരെ വളരെ നന്ദി ഡോക്ടർ തോമസ് ഐസക്, ശ്രീ VK വിജയകുമാർ, ശ്രീ VK പ്രസാദ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമെന്നാണ് ഡോക്ടർ തോമസ് ഐസക്കും VK പ്രസാദും ഇക്കാര്യത്തെ, ഈ നടപടിയെ വിശദീകരിക്കുന്നത്. പക്ഷേ സ്വാഭാവികവും കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ ഉദ്ദേശിച്ചുള്ളതുമാണ്, ഈ മേഖലയെ കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ ഉദ്ദേശിച്ചുള്ളതുമാണ് ഈ നീക്കമെന്നാണ് ശ്രീ VK വിജയകുമാറും പറയുന്നത്. കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. വളരെ